അപ്പോൾ ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ്. മണ്ഡല വിളക്ക് തീർത്ഥാടനം രണ്ടാം ദിവസമായി ഇന്നും ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കുണ്ട്. പരമ്പരാഗത പാതകൾ സജീവമായതോടെ ഒരു ദിവസം 80,000-ഓളം ഓടുവാണോ ഓടല്ലേ ഒരു ദിവസം 80,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട്. മണിക്കൂറിൽ 3000 തീർത്ഥാടകരാണ് ശബരിമല ദർശനം നടത്തുന്നത്. MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ദിവസം 80,000-ഓളം ഭക്തർ അവിടെ എത്തുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്നവിടെ മഴ പെയ്യുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ സന്നിധാനത്ത് നിന്ന് എന്താണ് പറയാനുള്ളത്? ഹാഷ്മി, ക്രിസ്റ്റീന, വൃശ്ചിക മാസത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇലയും 80,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നതാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ തിരക്കുകളായിരിക്കും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കാരണം വെർച്വൽ ക്യൂ വഴി മാത്രം 70,000 തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴി ബുക്ക് ചെയ്തെത്തുന്ന തീർത്ഥാടകരും ശബരിമലയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിദിനം 80,000-ഓളം തീർത്ഥാടകരെയാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പരമ്പരാഗത കാനനപാതകൾ സജീവമായിട്ടുണ്ട്. എരുമേലി വഴിയും പുല്ലുമേട് വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഓരോ ദിവസവും 200-ഓളം തീർത്ഥാടകരാണ് ഈ പരമ്പരാഗത കാനനപാതകൾ വഴി ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും പ്രത്യേക നിരീക്ഷണങ്ങൾ, മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഭക്തർക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ശബരിമലയിലില്ല. വളരെ സുഗമമായ രീതിയിൽ തന്നെ അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 18-ാം പടിയിൽ കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റിൽ 65 മുതൽ 75 അയ്യപ്പ ഭക്തരെയാണ് 18-ാം പടി കയറ്റിവിടുന്നത്. ആ കണക്ക് നോക്കുമ്പോൾ ഒരു മണിക്കൂറിൽ 3000-ഓളം തീർത്ഥാടകർ ഈ 18-ാം പടി കയറും. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് നടപ്പന്തലുകളിലും മരക്കൂട്ടത്തും പമ്പയിൽ ഉണ്ടാകുന്നില്ല. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർ വളരെ പെട്ടെന്ന് തന്നെ മുകളിലെത്തി 18-ാം പടി ചവിട്ടി മടങ്ങാൻ കഴിയും. മാത്രമല്ല ഭക്തർക്ക് നെയ്യഭിഷേകത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ തിരക്കുണ്ടായാലും അതിനെ നിയന്ത്രിക്കാൻ പോലീസ് പൂർണ്ണ സജ്ജമാണ് എന്നതാണ് പ്രധാനമായും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും ജീവനക്കാർ അടക്കം ശബരിമലയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇക്കുറി മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. സന്നിധാനത്ത് നിന്ന് കഴിഞ്ഞ തവണ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അത്ര തിരക്ക് വന്നാലും അതിനെ മാനേജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സർക്കാർ ദേവസ്വം ബോർഡൊക്കെ പറയുന്നത്. ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ചയെ പേടിപ്പിച്ചുകൊണ്ട് ഒരു നായയുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പേടിച്ച് ഇവിടെ കയറിയിരിക്കുകയാണ്. ഈ പൂച്ചയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല ക്രിസ്ത്യൻ ചേച്ചി. അപ്പുറത്ത് നോക്കുമ്പോൾ നായ, ഇപ്പുറത്ത് ക്രിസ്ത്യൻ ചേച്ചി. അപ്പൊ അങ്ങനെ ആ പൂച്ച പെട്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരുപാട് ചീനവലുള്ള സ്ഥലമാണ്. മറ്റേ ചീനവല നമ്മൾ പോയി കണ്ടു. ഇവിടെ ഒന്നുകൂടെ ഒരു ഇവന്റ്ഫുൾ ചീനവല ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കല്ലൊക്കെ കെട്ടി. നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പൊ രാവിലെ ഇറങ്ങി ആണല്ലേ? ഇതിപ്പം വല്ല താത്തിട്ടേക്കോ? നോക്കിക്കോട്ടോ. അപ്പൊ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരായി പൊക്കാണ് കേട്ടോ. ഇതാണ് പരിപാടി. ഇതാണ് ഇതിന്റെ കലാപരിപാടി. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് കയറിങ്ങിട്ട് പൊക്കാണ്. അവിടെ വലിയ കല്ലൊക്കെ അതിനകത്തുണ്ട്. വലിയ കല്ലൊക്കെ ഇട്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് അവിടെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരികയാണ്, നമുക്ക് കാണാം. അപ്പോൾ അതിനകത്ത് മീനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ഇടുന്നതാണ് അതിനകത്ത്. അപ്പോൾ ഇതാണ് ഇതിന് രാവിലെ ചീനവലയുടെ ടെക്നിക്ക് പരിപാടിയാണ് ഈ സാധനം. അപ്പം അങ്ങനെ അത് പൊങ്ങി വരുമ്പോൾ സാഹസികമായാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളെക്കാൾ സാഹസികരാണ് നമ്മളുടെ ക്യാമറയും. അത് പൊങ്ങി വരുമ്പോഴേക്കും കൊക്കുകളൊക്കെ അതിനകത്ത് വന്നിരുന്ന് ക്യാമറ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ധൈര്യമായിട്ട് കളിക്കും, ഒരു പ്രശ്നമല്ല. അപ്പോൾ അത് പൊങ്ങി വരുമ്പോഴത്തേക്ക് കൊക്കുകളൊക്കെ വന്ന് മീനുകൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാവിലെ ഇവിടുത്തെ ചീനവല ടെക്നിക്ക്. അപ്പോൾ ചീനവല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന മാർഗമാണ്. ആ ചീനവലകൾ പൊങ്ങാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷ. ഓക്കെ, ചീനവലയിൽ എന്തുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, ആകാംക്ഷയിലാണ്
ഓക്കെ ചേട്ടാ രാവിലെ ഇട്ടതാണോ മീൻ ഇട്ടാ രാവിലെ വല ഇട്ടതാണോ അല്ല ആ നോക്ക് നോക്ക് ഈ പച്ച പച്ചക്ക് പച്ച കാണാണ് അല്ല അല്ല ബാബാ എടാ വിഷു വിഷു അയ്യ നല്ല പൊടപട മീൻ കാണാടാ ആ നല്ല ഇത് പറ്റയാണോ പറ്റയല്ലേ ആ അപ്പോൾ നല്ല രണ്ട് പറ്റ രാവിലെ കിട്ടിയിട്ടുണ്ട്.